ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വെറൈറ്റി ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു അടി കട്ടിയുള്ള ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 2-3 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു 3-4 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഈ സമയത്ത് നമ്മൾ തീ അധികം വേണ്ട, ചെറിയൊരു തീയിൽ വേണം, നല്ല കരിഞ്ഞു പോവും. ഇനി നമുക്കതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ സാമിക്കഞ്ഞിക്കാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്ന മാങ്ങ. എന്നിട്ട് അത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ ഇനി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എണ്ണയിൽ കിടന്ന് അതൊന്ന് വാടണം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിന്. ആ മാങ്ങയ്ക്ക് ആവശ്യമായ ഒരു 3-4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ജീരകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് സ്വല്പം ഒരു സ്പൂണോളം മതിയേ. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഒരു 3-4 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടി ഇട്ട സമയത്ത് അത് കരിഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3-4 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇങ്ങനെ ഓരോ പൊടി ഇടുമ്പം നമ്മളിതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ടാൽ മതി. കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു ചെറിയ പാക്കറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ പാക്കറ്റ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബൾക്കായിട്ട് വേണ്ടതുകൊണ്ട് ഒരു 1.5 കവറ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കുറച്ച് ഒരു 1.5 കുപ്പിക്ക് 1/2 കുപ്പി വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിനൊന്ന് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 4-5 സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കായപ്പൊടിയാണ്. ഒരു 2 ചെറിയ ടിന്ന് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാം ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി അച്ചാറാണ് ഇത്. സാമിക്കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.